പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടും ശക്തിയോടും കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടെ നമ്മൾ നിമിത്തം മഹത്വപ്പെടട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു വേദിയിലും സദസ്സിലുമായിട്ട് നമ്മളിവിടെ ആയിരിക്കുന്നു. ഇന്നത്തെ രാത്രിയിൽ പ്രത്യേകിച്ച് ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുകയാണ്. ഈ യോഗത്തിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായി ഒന്നിലധികം പ്രാവശ്യം ഈ വേദിയിൽ മുഴങ്ങിക്കേട്ടതാണ്. അത്തരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനമായി അറിയിക്കുന്നു. IPC ബദൽ പെരുന്തോൽ സഭയിലെ അനുഗ്രഹീത ശുശ്രൂഷകനായിരിക്കുന്ന എൻ്റെ ആത്മസ്നേഹിതൻ ദീപേഷ് പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനാണല്ലോ. അദ്ദേഹം ഇത്തരത്തിലെ യോഗങ്ങൾ സംഘടിപ്പിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. അദ്ദേഹത്തെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. സുവിശേഷ തൽപരമായ പ്രവർത്തനങ്ങൾ എവിടെല്ലാം ഉണ്ടോ അവിടെയൊക്കെ ദീപേഷ് പാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്. കൊല്ലം മുതൽ കാണുന്നതാണ്. ഇവിടെ വന്നിട്ടും എനിക്കൊന്ന് എണ്ണമറ്റ പരസ്യങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ പരസ്യങ്ങൾ കവലകൾ നടത്തുന്നതിനപ്പുറം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയും അദ്ദേഹം ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഗ്രഹീത കർത്താവിന്റെ ദാസനെ പെരുന്തോൽ സഭയ്ക്ക് ലഭിച്ചതോർത്ത് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവജനത്തിന്റെ ആഴവും ആലോചനയിലൂടെ ഈ യോഗത്തെ ദൈവകരങ്ങളിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ച ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ അനുഗ്രഹീത നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസ് കെ അബ്രഹാം അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഏറെ കടപ്പാടുള്ള കർത്താവിന്റെ ദാസൻ എന്നെ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ച, എന്നെ ആത്മീയ ശുശ്രൂഷയിലേക്ക് വേദപാഠശാലയിലേക്ക് എന്നെ ആദ്യമായി കൊണ്ടുവന്ന, ഇന്ന് വരെ ഒരുമിച്ച് അധ്വാനിപ്പാൻ ദൈവം കൃപ നൽകുന്ന അനുഗ്രഹീത കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന PM തോമസ് വാസൻ ഞങ്ങളുടെ സെൻട്രൽ ഒരു സീനിയർ ശുശ്രൂഷകനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ എനിക്ക് എത്ര പ്രായമുണ്ടെന്ന് തോന്നാറില്ല. ഞങ്ങളുടെ ചെറുപ്പക്കാരെക്കാൾ വളരെ ശുഷ്കാന്തിയോടെ ഏൽപ്പിക്കുന്നിടത്തെല്ലാം ശക്തമായി പ്രവർത്തിക്കുന്ന അനുഗ്രഹീത കർത്താവിന്റെ ദാസനും വന്ദനം അറിയിക്കുന്നു. ഈ അയൽ സഭയിലെ കർത്താവിന്റെ ദാസൻ അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് എന്നോടൊപ്പം അല്ലെങ്കിൽ എനിക്ക് മുമ്പ് എനിക്ക് സീനിയറായ ദൈവജനം പഠിച്ച റജി പാസ്റ്റർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ശുഭപാസ്റ്റർ ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിലുപരി കർത്താവിന്റെ ദാസൻ മുഖവരിയായി പറഞ്ഞതുപോലെ ഇവിടെ ഈ യോഗത്തിൽ ഇവിടെ ഞാൻ നിൽക്കുന്നത് എനിക്ക് തന്നെ ആശ്ചര്യമായി തോന്നുകയാണ്. ഇങ്ങനൊരു യോഗം സംഘടിപ്പിക്കുന്നതിന് എൻ്റെ എന്തെങ്കിലും സഹായം വേണമെന്ന് വിളിച്ചു ചോദിക്കാനാണ് വിളിച്ചത്. അതിനിലേക്ക് ആശയം തന്നത് എബിപാസ്റ്ററാണ്. ഞങ്ങൾ സെൻട്രലിലെ ചില ആത്മീയ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സെൻട്രലിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഭകളിൽ ഇതുപോലുള്ള പരസ്യമായ സുവിശേഷ പ്രവർത്തനം നടക്കുന്നതിൽ എന്നെ കൊണ്ടാവുന്ന നിലയിൽ ഞാൻ സഹായിക്കാം. സൗണ്ട് കൊണ്ടും തനിക്ക് കൊടുത്തിട്ടുള്ള എല്ലാ ഉപകരണങ്ങൾ കൊണ്ടും ഞാൻ പാട്ടുകൊണ്ടും ഒക്കെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് പെരുന്തോൽ സഭ ഓർമ്മ വന്നു. കർത്താവിന്റെ ദാസനെ ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മുറ്റത്ത് കൺവെൻഷൻ വേണം 25-ാം തീയതി നടത്താനിരിക്കുക. അത് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സൗകര്യം ഉണ്ടാകും, കർത്താവിന്റെ ദാസന്റെ നമ്പർ തരാം, ബാക്കി എല്ലാത്തിനും ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. പ്രസംഗകൻ വേറെ ആരെങ്കിലും ആയിരിക്കുമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ ചിന്ത. കർത്താവിന്റെ ദാസൻ എന്നെ വളരെ നിർബന്ധപൂർവ്വം എനിക്ക് ആ അവസരം നൽകി. എൻ്റെ ഒരു സ്വഭാവം പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രസംഗിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ കളയാറില്ല. വേറെ എന്തിനു വിളിച്ചാലും, എന്നെ അനുശോചനത്തിന് വിളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, ആശംസയ്ക്ക് വിളിച്ചില്ലെങ്കിലും പരാതിയില്ല. പ്രസംഗിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് അവസരം തന്ന സഭയ്ക്കും കർത്താവിന്റെ ദാസനും ഹൃദയഭാഷയുടെ പ്രാരംഭത്തിൽ തന്നെ നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഒരുമിച്ച് ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ യോഗം ഇങ്ങനെ ഇവിടെ ക്രമീകരിക്കുമ്പോൾ ഈ വീടിൻ്റെ മുറ്റം രമേശ് പാസ്റ്ററുടെ വീടിൻ്റെ അങ്കണമാണ്. കർത്താവിന്റെ ദാസനെ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പഠിച്ച അതേ വേദപാഠശാല ഞാനും PM തോമസ് പാസ്റ്ററും റജി പാസ്റ്ററും ഒക്കെ പഠിച്ച, ജോസ് കെ അബ്രഹാം പാസ്റ്റർ വചനം പഠിപ്പിച്ച അതേ വേദപാഠശാലയിൽ ദൈവത്തിന്റെ വചനം അഭ്യസിച്ച ഒരു അനുഗ്രഹീത കർത്താവിന്റെ ദാസനാണ്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഒരു ദിവസത്തെ യോഗത്തിന് വേണ്ടി ഫലമുണ്ടാകാനും ഉണ്ടായിക്കൊണ്ടിരുന്നൊരു കൽപ്പവൃക്ഷങ്ങളെ രണ്ടിനെയും ഒരു ദാക്ഷിണ്യം കൂടാതെ മുറിച്ചു മാറ്റി ഏതോ ഫലമുണ്ടാകുന്ന മറ്റൊരു മരത്തെ മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോൾ ഈ വേദിയിൽ നിന്നൊരു ബിഗ് സല്യൂട്ട് അറിയിക്കുകയാണ്. ഇന്ന് വീട്ടിനകത്ത് പ്രാർത്ഥന നടത്തുന്നതിൽ സോഫ പിടിച്ചു മാറ്റണം, ക്രമീകരണങ്ങളൊക്കെ ചെയ്യണമെന്നും പറഞ്ഞ് പ്രാർത്ഥന വേണ്ടെന്ന് മാറ്റിവെക്കുന്ന നിലയിലേക്ക് ആത്മീക സമൂഹത്തിൽ മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുമ്പോൾ മുറ്റത്ത് വളർന്ന് പന്തലിച്ച് ഫലമുണ്ടാകാൻ സാധ്യതയുള്ള ഫലമുണ്ടായിക്കൊണ്ടിരിക്കുന്ന വൃക്ഷത്തെ പോലും മുറിച്ചു മാറ്റിയെങ്കിൽ ഈ യോഗത്തിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര ആദരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കഴിയും. അല്പത് വിശുദ്ധ ദൈവത്തിന്റെ വചനചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യവും മത്തായി സുവിശേഷം 1-ാം അധ്യായം
22 വാക്യവും ഒന്ന് വായിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മത്തായി സുവിശേഷം 1:22. മത്തായി 1-ാം അധ്യായം. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കരങ്ങൾ ഉയർത്തി എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? പരിമിതമായ സമയമാണ് നമുക്ക് മുമ്പിലുള്ളത്, രാത്രിയാണ്. അല്പം ഉൾപ്രദേശം കൂടെയൊക്കെയാണ്ട് പരിജ്ഞാനത്തോടെ വചനം പ്രസംഗിക്കുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കിൽ മുഖവര കൂടാതെ തന്നെ പ്രവേശിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഈ വാക്ക് വരമൊഴിയായി വാക്യം വായിച്ചു കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം സന്ദേശഭാഗങ്ങൾ മനസ്സിലാക്കാൻ വചനവുമായിട്ട് ബന്ധമുള്ള ഒരു നല്ല കൂട്ടമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഒന്നാമത് നമ്മൾ വായിച്ചു കേട്ട ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്, 2-ാം അധ്യായം 14-ാം വാക്യം. രണ്ടാമത് വായിച്ചു കേട്ടത് മത്തായി സുവിശേഷം 1:22-ാം വാക്യം. ആദ്യം വായിച്ച കുർബാന വാക്യത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് വരമൊഴിയായി എഴുതി വച്ചിരിക്കുമ്പോൾ, മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ അതിശക്തവും പ്രസിദ്ധവുമായ ഏറ്റവും ഊറ്റമുള്ള ശക്തമായ മറ്റൊരു വാക്യമാണ്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. വിശുദ്ധ തിരുവെഴുത്തിലെ യേശുക്രിസ്തുവിന്റെ ജനന മരണ പുനരുത്ഥാനങ്ങളും ഐകിക ജീവകാലവും അത്ഭുതങ്ങളും അടയാളങ്ങളും വരമൊഴിയായി എഴുതിയിരിക്കാൻ കർത്താവ് നിയോഗിച്ചിട്ട് എഴുതപ്പെട്ട 4 സുവിശേഷങ്ങളാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ സുവിശേഷങ്ങളിലെല്ലാം കൂടെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ചരിത്രമാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഒരു സുവിശേഷകൻ എന്നുള്ള ആ ഉത്തമ ബോധ്യത്തിൽ ഇന്ന് രാത്രി ഉറക്കെ ഞാൻ പറയുന്നു, 4 സുവിശേഷങ്ങളിലൂടെ 4 സുവിശേഷകർ ഉത്തമിപ്പിക്കപ്പെട്ട് നിർവഹിക്കുന്ന ദൗത്യം യേശുക്രിസ്തുവിന്റെ ചരിത്രം എഴുതി തീർക്കുക എന്നുള്ളതല്ല. അതാണ് യോഹന്നാൻ വ്യക്തമാക്കിയത്. യേശുക്രിസ്തുവിന്റെ ജീവിതകാലവും അവന്റെ അത്ഭുതങ്ങളും എഴുതി തീർക്കുന്നത് അസാധ്യമെന്ന് യോഹന്നാൻ തന്റെ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ 4 സുവിശേഷകരും ശ്രമിച്ചതും എഴുതി തീർത്തതും ഒരു ചരിത്രമല്ല, അതൊരു പൂർണ്ണ ചരിത്രവുമല്ല. അതിനപ്പുറം യേശുക്രിസ്തുവിനിലൂടെ, അവന്റെ ജനനത്തിലൂടെ, അവന്റെ ഐകിക ജീവകാലത്തിലൂടെ, അവന്റെ മരണത്തിലൂടെ, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ മാനവജാതിക്ക് വേണ്ടി ദൈവിക പദ്ധതിയായി നിവർത്തീകരിക്കപ്പെട്ടിട്ടുള്ള രക്ഷീക പദ്ധതിയെ ലോകത്തിന് സമ്മാനിക്കുവാൻ വേണ്ടിയാണ് സുവിശേഷം എഴുതിയെന്ന് പറഞ്ഞാൽ എത്ര കരങ്ങൾ ഉയർത്തി നാവിനെ ചലിപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും. അതിൽ 4 സുവിശേഷകരിൽ ലൂക്കോസും മത്തായിയും എഴുതിയ 2 പ്രസക്ത ഭാഗങ്ങളാണ് വായിച്ചു കേട്ടിട്ടുള്ളത്. മത്തായി എന്ന ലേഖകൻ യഹൂദനും ഒരു എബ്രായനുമാണെങ്കിൽ ലൂക്കോസ് ഒരു യഹൂദനേ അല്ല, അവൻ എബ്രായ ഭാഷ സംസാരിക്കുന്നവനല്ല, ഒരു എബ്രായനെ അല്ല, അവൻ യവനായനായ ഒരു എഴുത്തുകാരനാണ്. മത്തായി ഒരു ചുങ്കക്കാരനാണെങ്കിൽ ലൂക്കോസ് ഒരു വൈദ്യനാണ്, ലൂക്കോസ് ഒരു ഡോക്ടറാണ്. മത്തായി എഴുതുന്നത് യേശുക്രിസ്തുവിനെ രാജാവായി, അധികാരിയായി, അധികാരമുള്ളവനായി, ഉലകത്തിൽ ഉയർകൊണ്ടവനായി മാനവജാതിക്ക് മുമ്പാകെ വരച്ചു കാട്ടിയ ഉദ്ദേശത്തോടു കൂടിയാണ് മത്തായി സുവിശേഷം എഴുതുന്നത്. എന്നാൽ ലൂക്കോസ് സുവിശേഷം എഴുതുന്നത് യേശു ഈ ജാതികൾക്കും മാനവജാതിക്കും വേണ്ടി വിണ്ണുവിട്ട് മണ്ണിലിറങ്ങി വന്ന യഥാർത്ഥ പൂർണ്ണതയുള്ള ഒരു മനുഷ്യനാണെന്ന് വെളിപ്പെടുത്താനെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അതിരം തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ടെന്ന് എന്റെ വാമൊഴി കൂടാതെ അറിയാവുന്നവരാണ് എന്റെ ഈ ശബ്ദസിമിക്കുള്ളിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അഥവാ ക്രിസ്തു ജയന്തി, ക്രിസ്തുവിന്റെ ജന്മദിനം അല്ല, ക്രിസ്തുവിന്റെ ക്രിസ്തുമസ് ആയിട്ട് ഇന്നത്തെ ദിനം ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏറ്റവും അധികം ചിന്തിക്കേണ്ട, ഏറ്റവും അധികം വായിക്കേണ്ട വാക്യം തന്നെയാണ് ഈ രാത്രി ഇവിടെ വായിച്ചിട്ടുള്ളത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നോക്കിക്കേ, ആദ്യം കർത്താവിന്റെ ജനനത്തിങ്കൽ
സ്വർഗത്തിലെ ദൂതന്മാർ, സ്വർഗത്തിലെ മാലാഖമാർ, ഏഞ്ചൽ ഒന്നിച്ച് കോറസായി ഒരുമിച്ച് ദിക്കുകൾ ധ്വനിക്കുമാറ് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കി ആട്ടിടയന്മാരുടെ ചെവികൾ തുളച്ചു കയറി അകത്ത് കേൾക്കത്തക്കവണ്ണം ആദ്യം വിണ്ണിലുദിച്ച് മണ്ണിലേക്ക് വന്ന ശക്തമായ ഒരു സംഗീതത്തിന്റെ വരികളാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. യേശുവിന്റെ ജനനം ആഘോഷിക്കുന്ന ഈ വേളയിലും എത്രയെത്രയോ പാട്ടുകളാ ജനനത്തെ പ്രകീർത്തിച്ച്, കിടന്ന കാലിക്കുട്ടിനെ പ്രകീർത്തിച്ച്, യേശുവിന്റെ ജനനത്തിന്റെ മനോഹാരിതയിൽ ഒരു പറ്റം കേട്ടാൽ കേട്ടു നിന്നു പോകുന്ന നല്ല സംഗീത നിർഭരമായ പാട്ടുകൾ ഇത്രയോ ദിവസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ആ പാട്ടും പാടി വീട്ടിലെത്തുന്നവർക്കെല്ലാം അവർക്ക് പിരിച്ചു കിട്ടുന്ന നാണയത്തൊട്ടിൽ ലക്ഷ്യമുണ്ടെങ്കിൽ അന്ന് പാട്ടുപാടിയത് പാടിക്കഴിയുമ്പം വീട്ടുകാർ സമ്മാനമായി കൊടുക്കുന്ന സാമ്പത്തിക ലക്ഷ്യമാക്കിയിട്ടല്ല. ഈ മണ്ണിൽ ഈ ഉലകം കാലങ്ങളായി കാത്തിരുന്ന ഒരുവൻ, മശികയായവൻ മണ്ണിലേക്ക് വെണ്ണിന്റെ മേഘപ്പാളികളെ കീറിമുറിച്ചുകൊണ്ട് ഉലകത്തിൽ ഉയർവുണ്ടെന്ന് മാനവജാതി വിളിച്ചറിയിക്കുവാൻ സ്വർഗത്തിലെ ദൂതന്മാർ ഒരുമിച്ച് പാടിയ പാട്ടാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 2001 ഇതുപോലൊരു ഡിസംബർ മാസത്തിൽ മലയാള മനോരമ ദിനപത്രത്തിൽ ഇന്നത്തെ ചിന്ത എന്ന് പറഞ്ഞ പന്തിക്കകത്ത് എഴുതി വന്ന ഒരു ലേഖനത്തിലെ ഒരു സംഭവകഥ എനിക്ക് തവണത്തിൽ ഓർമ്മ വരികയാണ്. അതിങ്ങനെയായിരുന്നു. നാളുകളായി കാത്തിരുന്ന ഒരു കുടുംബത്തിന്, ധനാഢ്യനായ പണക്കാരായ ഒരു കുടുംബത്തിന് ഒരു ആൺകുഞ്ഞിനെ ജനിച്ചു. ആ കുഞ്ഞിനെ ഓമനിച്ച് തലയിൽ വെച്ചാൽ പേനരിക്കും, തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കും നിലയിൽ നിലത്ത് വിൽക്കാതെ കൊടുക്കാവുന്ന മുഴുവൻ സൗഭാഗ്യം കൊടുത്തു വളർത്തി. ആ കുഞ്ഞിന്റെ ഒന്നാമത്തെ പിറന്നാൾ ദിനം ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും ആ ദേശത്തിലെ പ്രമുഖരെയും വിളിക്കാൻ പറ്റുന്ന ആദരണീയരായ മുഴുവൻ പേരെയും വിളിച്ച് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പണം ചെലവഴിച്ചുകൊണ്ട് ഒരു ബർത്ത്ഡേ ദിനം ആഘോഷത്തിന് വേണ്ടി ക്രമീകരിച്ചു. പാട്ടും ഡാൻസും വീഞ്ഞും മദ്യവും നൃത്തക്കാരും പാട്ടുകാരും അങ്ങനെ വർണ്ണശബളമായ ആ ജന്മദിനാഘോഷം ആ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ വിരുന്നിന് ക്ഷണിച്ചു വന്ന അതിഥികളിൽ ഒരുവൻ ആ മാതാവിനോട്, ആ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അമ്മയോട് അടുക്കൽ വന്നിട്ട് ആ മാതാവ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അതിരിക്കട്ടെ, പാട്ട് കൊള്ളാമായിരുന്നു, ഇവിടുത്തെ ഡാൻസ് കൊള്ളാമായിരുന്നു, ഇത് ക്രമീകരണങ്ങളെല്ലാം നന്നായിരിക്കുന്നു, ഭക്ഷണം ഏറ്റവും സൂപ്പർ ആയിരുന്നു. അതിരിക്കട്ടെ, ഇന്നത്തെ ബർത്ത്ഡേയിലെ പ്രധാന പങ്കായ നിങ്ങൾക്ക് നാളുകളായി കാത്തിരുന്നിട്ട് കിട്ടിയ നിങ്ങളുടെ ആ ഓമന കുഞ്ഞ്, നിങ്ങളുടെ പൊന്നുമോൻ, നിങ്ങൾ സ്നേഹിക്കുന്ന തറവെക്കാത്ത മകൻ, നിങ്ങൾ ഏറ്റവും കരുതുന്ന കുഞ്ഞ് എവിടെയോ ഒന്ന് കാണട്ടെ. കുഞ്ഞിനെ കണ്ടില്ലല്ലോ. അന്നേരം അമ്മ പറഞ്ഞ മറുപടി, കുഞ്ഞുണ്ട്. എവിടെ? കുഞ്ഞിനെ കണ്ടില്ല. അമ്മ പറഞ്ഞു, കുഞ്ഞുണ്ട്, അവനെ കൊണ്ടുവന്നാൽ എനിക്ക് ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, അവനെ കൊണ്ടുവന്ന ഡാൻസിൽ പങ്കെടുക്കാൻ പറ്റില്ല, അതിഥികളെ ക്ഷണിച്ചവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുഞ്ഞിനെ ഞാൻ വീട്ടിൽ ആയയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ആരുടെ ബർത്ത്ഡേയാ? കുഞ്ഞിന്റെ ബർത്ത്ഡേയാ. കുഞ്ഞെവിടെയാ? ആഘോഷിക്കാൻ പറ്റത്തില്ല, ആർപ്പിടാൻ പറ്റത്തില്ല, നൃത്തം ചെയ്യാൻ പറ്റത്തില്ലെന്ന് കരുതിയിട്ട് കുഞ്ഞിനെ തന്നെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ദിനത്തിൽ ഒഴിവാക്കിയ ഒരു കഥ അന്ന് വായിച്ചത് ഞാൻ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എത്ര പേർക്ക് മനസ്സിലായി? യേശുക്രിസ്തുവിന്റെ പേരിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവന്റെ ജന്മദിനത്തെ ലക്ഷങ്ങളും കോടികളും പൊട്ടിച്ചും നശിപ്പിച്ചും കളഞ്ഞ് ആഘോഷിക്കുമ്പോൾ, മദ്യം വിളമ്പി ആഘോഷിക്കുമ്പോൾ കിട്ടാവുന്ന എല്ലാത്തിലും പാട്ടും വർണ്ണശബളമായ ദീപങ്ങളും നക്ഷത്രങ്ങളും തോരണങ്ങളും മുറ്റത്തലങ്കരിച്ച മരങ്ങളും പുൽക്കൂടുകളും ആഘോഷിക്കുമ്പോൾ മാനവജാതി ഇന്നും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണം. ആ നസ്രായനായ ക്രിസ്തു എവിടെ? നക്ഷത്രം മാത്രം മതിയോ? പുൽക്കൂട് മാത്രം മതിയോ? വർണ്ണത്തിളക്കമുള്ള ബൾബുകൾ മാത്രം മതിയോ? എന്തിനാണ് ക്രമീകരണങ്ങൾ മാത്രം മതിയോ? ആ കാരണഭൂതനെവിടെ?
ആ മശിഹ എവിടെ? ഒരു കാര്യം ശ്രദ്ധിക്കണം. മത്തായി പറയുന്നു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മത്തായി ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു യഹൂദന. മത്തായി എബ്രായ ഭാഷ സംസാരിക്കുന്നവനാ. 12 വയസ്സിനുള്ളിൽ അതിപ്രധാന ന്യായപ്രമാണം പഠിച്ചവനാ. ജനിച്ചോർമ്മയായ കാലം മുതൽ അഭിഷക്തനായ ഒരുവൻ സകല അടിമത്തത്തിൽ നിന്നും മോചിപ്പാൻ, സകലത്തിൽ നിന്നും നവോത്ഥാനം നൽകാൻ, സകലത്തിൽ നിന്നും വിടുവിക്കാൻ ഒരുവൻ ഈ ഭൂമിയിലേക്ക് വരും എന്നും മശിഹ ഉയർത്തെഴുന്നേൽക്കും, മശിഹ വരുമെന്ന് കാതു തുളച്ച് കേട്ടവനാണ് മത്തായി. അവൻ സുവിശേഷം എഴുതിയത് എബ്രായർക്കാണ്, യഹൂദന്മാർക്കാണ്. തീർന്നില്ല. ഒന്നും കൂടെ അകത്തി പറഞ്ഞാൽ മശിയെ കുറിച്ച് അറിയാവുന്നവർക്കാണ്. കഴിഞ്ഞില്ല. ജനനം മുതൽ ഓർമ്മ വന്ന കാലം മുതൽ മശിഹ വരുമെന്നും മശിഹ ജനിക്കുമെന്നും മശിഹ ഞങ്ങളെ വിടുവിക്കുമെന്നും കൂടെ കൂടെ പറഞ്ഞതും കൂടെ കൂടെ കേട്ടവർക്കും വേണ്ടി എഴുതുകയാ. കാരണം എന്താണെന്നറിയാമോ? മശിഹ ജനിച്ചു, മശിഹ വളർന്നു, നാടെങ്ങോൻ അത്ഭുതം ചെയ്തു, മരിച്ചവരെ ഉയർപ്പിച്ചു, ലാസറിനെ ഉയർപ്പിച്ചു, തബീതയെ ഉയർപ്പിച്ചു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ലോകത്തിന്റെ മധ്യഭാഗത്ത് കാരിലും പാണികളിൽ അവൻ തൂങ്ങപ്പെട്ടു മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റിട്ടു. മശിഹയെ കാത്തിരുന്ന, മശിഹയെ ആരാന്നറിയാവുന്ന, പ്രമാണം അറിയാവുന്ന യഹൂദന്മാർക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. യേശുവിനെ അറിയാം. യേശുവിന്റെ നാമകരണമുള്ള സമൂഹത്തിലാണ് ജനിച്ചത്. യേശുവിനെ അറിയാം. യേശുവിന്റെ പള്ളികൾക്ക് എണ്ണം കുറവില്ല, യേശുവിന്റെ പേരുള്ള പ്രസ്ഥാനങ്ങൾക്ക് കുറവില്ല. എന്നാൽ യേശു എന്തിനു വേണ്ടി ജനിച്ചു, എന്തിനു വേണ്ടി ഉലകത്തിൽ ജീവിച്ചു, അവൻ എന്തെല്ലാം ചെയ്തു, ആർക്കു വേണ്ടി മരിച്ചു, ആർക്കു വേണ്ടി ഉയർത്തു എന്നറിയാമോ? എന്റെ ചിന്ത അവിടെ തീരുന്നില്ല. യേശുവിന്റെ ജനനത്തിങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ അവനെ പശുത്തൊട്ടിയിൽ കിടത്തി. വായിച്ചിട്ടുണ്ടോ? വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ അവനെ പശുത്തൊട്ടിയിൽ കിടത്തി. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പേർവഴി ചാർത്തേണ്ടതിന് ദീർഘദൂരം സഞ്ചരിച്ച് ഒരിടത്ത് വന്ന് സമ്മേളിക്കുന്ന, പ്രത്യേക ഉദ്ദേശത്തിനായി വന്ന ഒരു വലിയ കൂട്ടങ്ങൾ ആ വിശ്രമവേളകളിൽ പാർക്കാൻ വഴിയമ്പലം ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. അങ്ങനെയെങ്കിൽ വഴിയമ്പലത്തിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ പേർവഴി ചാർത്താൻ വന്നവരെ കൊണ്ട് ആ വഴിയമ്പലം നിറഞ്ഞു. ആ വഴിയമ്പലത്തിനും യേശുവിന്, ഒരു കുഞ്ഞേശുവിന് അമ്മ പ്രസവിച്ചതേ ഉള്ളൂ. ആ യേശുവിന് ആ വഴിയമ്പലത്തിൽ ഇടമില്ല. ഒരു ചിന്ത ഞാൻ പറയാം. ഒരുപാട് പേർ ഒരു സ്ഥലത്തുനിന്ന്, പല ഗോത്രത്തിൽ നിന്ന്, പല ദേശത്തു നിന്ന്, പല ഗ്രാമത്തിൽ നിന്ന് ഒന്നിച്ചു കണ്ടപ്പോൾ കെട്ടിപ്പിടുത്തവും കണ്ടിട്ടൊട്ടതിനാളായല്ലോ എന്നും പാട്ടും ആർപ്പും ആഘോഷവും നടക്കുന്നിടത്ത് യേശു ഇല്ല. യേശുവിന് ഇടം ഇല്ല. യേശു കിടക്കുന്നിടത്ത് പാട്ടുമില്ല. യേശു കിടക്കുന്നിടത്ത് പടക്കമില്ല. യേശു കിടക്കുന്നിടത്ത് കമ്പിത്തിരിയില്ല. യേശു കിടക്കുന്നിടത്ത് വർണ്ണശബളമായ വിളക്കുകളില്ല, ആഘോഷങ്ങളില്ല, ആർപ്പിടാൻ ആളില്ല. അല്പം പുൽത്തകിടും കന്നുകാലികളും മാത്രം. അങ്ങനെ മാറിക്കിടന്നവന്റെ പേരിൽ, അവന്റെ പേരിനോ നാമത്തിനോ ഒന്നിനും ചേരാത്ത ആഘോഷങ്ങൾ നടക്കുമ്പോഴത്തോളം യേശുവിന് വേണ്ടത് നീ ഒരുക്കുന്ന കക്ഷിയോ പുല്ലോ വെച്ചുണ്ടാക്കിയ പുൽക്കൂടല്ല, നിന്റെ അഹമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പുനലൂര് പ്രത്യേക ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി. അന്നേരം അവിടെ മഹാത്ഭുതം എന്നൊക്കെ പറഞ്ഞ സ്ഥലം കണ്ടിട്ടുണ്ടോ? ഇല്ലേ. 1 രൂപയ്ക്ക് ബക്കറ്റ്, 1 രൂപയ്ക്ക് ചെരുപ്പ്, 99 രൂപയ്ക്ക്
കപ്പ്, സോസർ, ബക്കറ്റുകൾ, ചെരുപ്പ്, ഇങ്ങനെ ഒത്തിരി സാധനങ്ങളുള്ള വലിയൊരു സംവിധാനം, ഒരു കടയുടെ പേരാണ്. ഞാൻ അതിലേക്ക് ഇങ്ങനെ കയറി ചെന്നപ്പോൾ ഞാൻ ഒത്തിരിയും കാര്യങ്ങൾ നോക്കിയ സമയത്ത് എൻ്റെ കണ്ണിൽപ്പെട്ട എന്തോന്നറിയോ, പണ്ടൊക്കെ എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ക്രിസ്മസ് ഒക്കെ വന്നാൽ മടലൊക്കെ വെട്ടിക്കൊണ്ടുവന്ന്, കമ്പൊക്കെ വെട്ടിക്കൊണ്ടുവന്ന്, ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി അതിൽ കച്ച് വിരിച്ച് അതിനെ എവിടുന്നൊക്കെ യേശുവിനെയൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നു, മറിയെ ഒപ്പിച്ചുകൊണ്ട് വന്ന്, അല്ലെങ്കിൽ യോസഫിനെ ഒപ്പിച്ചുകൊണ്ട് വന്ന്, 2 ആടും 1 ഒട്ടകവും അങ്ങനെ കുറച്ച് ഒപ്പിച്ചുകൊണ്ട് വന്ന് വീട്ടിൻ്റെ എവിടെയെങ്കിലും ഒരു കോണിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്ന രീതിയാണ്. ആ കാലമൊക്കെ പോയി. ഞാനവിടെ ചെന്നപ്പോൾ 99 രൂപയ്ക്ക് എല്ലാം കിട്ടും. എനിക്ക് ചിന്ത കൂടില്ല, ഇച്ചിരി എഴുത്തും പരിപാടിയൊക്കെ ഉണ്ടായിട്ട് ഞാനിത് കൗതുകത്തിൽ, അവർക്കൊട്ട് മനസ്സിലായതുമില്ല. ഞാൻ ചോദിച്ചു, യേശുവിന് എന്തോ വില, മറിയയ്ക്ക് എന്തോ വില, ഒട്ടകം പഠിച്ചാൽ ആട് ഫ്രീ ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലൊക്കെയാണ്. അന്നേരം പുള്ളി എന്നോട് പറഞ്ഞ്, ഒരൊട്ടകവും 2 ആടും 1 കുതിരയും യോസഫും മറിയയും 3 വിദ്വാൻമാരെ എടുത്താൽ ഉണ്ണിയേശു ഫ്രീ. കാലം പോയി പോക്കേ, ഉണ്ണിയേശു ഫ്രീയാ. യോസഫിനെയും മറിയയും കൂടെ എടുക്കണം, ഒട്ടകവും മേടിക്കണം, ആട് 2 എണ്ണം ഉണ്ട്, 3 വിദ്വാൻമാരുണ്ട്, അത്ര എടുത്താൽ ഉണ്ണിയേശു ഫ്രീയാ. 99 രൂപ ചെലവാക്കിയാൽ, 200 രൂപ ചെലവാക്കിയാൽ മുറ്റത്ത് വീട്ടിൻ്റെ ഒരു കോണിൽ യേശുവിനെ ജനിപ്പിക്കാം. എൻ്റെ ചിന്ത പോയത്, എൻ്റെ പൊന്നു കർത്താവേ, നീ ജനിച്ചിട്ട് അന്നും അകത്തടവില്ല, ഇന്നും അകത്തടവില്ല. സംഗതി യേശുവിൻ്റെ പേരിലാണ് വിളക്കിട്ടേക്കുന്നത്, നക്ഷത്രം തൂക്കിയിരിക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. ജനിക്കാനായിട്ട് വഴിയമ്പലത്തിൽ ചെന്നപ്പോൾ ഇവിടെ സ്ഥലമില്ല, ഒരു കോണ് ഇവിടെ സ്ഥലമില്ല, ഒരു മൂല കിട്ടിയാൽ ഇവിടെ സ്ഥലമില്ല. അന്ന് അവിടെ നിന്ന് ഇറങ്ങി കിട്ടിയ ഒരു സ്ഥലമാണ് പശുത്തൊട്ടി. ഇത്രയും കാലം കഴിഞ്ഞ് യേശുവിനെ പുറത്തായിടം. അതിൻ്റെ അർത്ഥം ഇന്ന് വരെ അകത്തില്ല. യേശുവിന്റെ പേരിലുള്ള മുഴുവൻ ആഘോഷങ്ങൾക്കും അകത്ത് ഇടമുണ്ട്. യേശുവിന്റെ പേരിൽ മദ്യം വാങ്ങിച്ചാൽ അതിനകത്ത് പ്രത്യേക ഫ്രിഡ്ജിൽ ഇടമുണ്ട്. മദ്യത്തിന് കൂടെ ഒഴിക്കാനുള്ള സോഡയ്ക്ക് ഫ്രീസറിൽ ഇടമുണ്ട്. അതിലേക്ക് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കുടിക്കാനിട്ട് ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ അച്ഛൻ പാത്രത്തിൽ പ്രത്യേകം വെള്ളം വെച്ചിട്ടുണ്ട്. യേശു ഇപ്പോഴും ഇല്ല. വിദ്വാൻമാർ യേശുവിനെ കാണാൻ വന്നു. അത് പറഞ്ഞ ഒത്തിരി കാര്യം പറയണം. ഈ വിദ്വാൻമാർ ആരാന്ന് പറഞ്ഞാൽ തന്നെ ചില ആൾക്കാരുടെ ധാരണ ഇവർ യഹൂദന്മാരാണെന്ന്. എന്നാണ് ഒരാൾ പറഞ്ഞിട്ട്, യഹൂദന്മാരായ 3 ജ്ഞാനികൾ യേശുവിനെ കാണാൻ വന്നു. ഈ താടിയൊക്കെ വെച്ച് ഒരു അപ്പൂപ്പനെ കൊണ്ട് വന്നപ്പോൾ ഞാനൊരു പയ്യനോട് ചോദിച്ചു, ഇത് ആരുടെ വേഷമാണ്? അവൻ പറഞ്ഞു സാന്താക്ലോസാണ്. ഞാൻ ചോദിച്ചു, സാന്താക്ലോസും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എന്തുവാ? അവൻ പറഞ്ഞ് യേശുവിൻ്റെ വല്യപ്പനാണ്. പിന്നെ ഞാൻ അവന് പറഞ്ഞു കൊടുക്കാൻ നിന്നപ്പോൾ അവൻ പറഞ്ഞ്, ഇന്നിവിടെ കേട്ടോണ്ട് നിന്നാൽ കാശ് കിട്ടത്തില്ല, പിന്നെ ഒരു ദിവസം വരാമെന്ന്. പിന്നെ ഇതുവരെ അവൻ എൻ്റെ മുമ്പിൽ പെട്ടിട്ടില്ല. വേഷം കിട്ടുന്നവർക്ക് പോലും അറിയില്ല. വിദ്വാൻമാർ യഹൂദന്മാരല്ല. അവർ യേശു ജനിച്ചു എന്ന് നക്ഷത്രം ഉദിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് യേശുവിനെ കാഴ്ചവെച്ച് കാണാൻ വിദൂരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നവരാ വിദ്വാൻമാർ. ജ്ഞാനികളെന്നും ഒരു നാമകരണം അവർ കൊടുത്തിട്ടുണ്ട്. അവർ യഹൂദന്മാരല്ല എന്ന് ഞാൻ പറയാതെ വരി ശ്രദ്ധിച്ചാൽ മതി. അവർ കൊട്ടാരത്തിൽ വഴിതെറ്റി ചെന്നിട്ട് അവിടെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അങ്ങനെ അവർ യഹൂദരല്ല. അവർ യഹൂദരാണെന്ന് ചോദിച്ചേരം ഞങ്ങൾക്കിടെ രാജാവായി പിറന്നവൻ എവിടെ? അങ്ങനല്ലല്ലോ ചോദിച്ചേ. അവര് ചോദിച്ചത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അപ്പോൾ അവർ യഹൂദന്മാരല്ല, യഹൂദ മതസ്ഥരല്ല, ന്യായപ്രമാണം പഠിച്ചവരല്ല. യഹൂദ മതത്തിന് വെളിയിലെ ജാതി സമൂഹത്തിൽ നിന്ന് യേശുവിനെ കാണാൻ വന്നതായതുകൊണ്ട് ഈ രാത്രി ഒരു സുവിശേഷകൻ ആത്മവീര്യത്തോടെ ഞാൻ വിളിച്ചു പറയും, യേശു യഹൂദന്റെ മാത്രം ക്രിസ്തു അല്ല, മാനവജാതിയുടെ മുഴുവൻ ക്രിസ്തുവാ. ഇനി യേശുവിലേക്ക് അവരെ എത്തിച്ചത് നക്ഷത്രം അവരെ മുമ്പേ പോയിക്കൊണ്ടിരുന്നു. അവിടെ ഇങ്ങനൊരു വാക്യമുണ്ട്, നക്ഷത്രം കണ്ടവർ അത്യന്തം സന്തോഷിച്ചു. ഈ നക്ഷത്രം കണ്ട് യാത്ര പുറപ്പെട്ടിട്ടും അവർ ഇടയ്ക്ക് അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിച്ചു. എന്നെ ശ്രദ്ധിക്കണേ. അതിന്റെ അർത്ഥം
ആ രാജകൊട്ടാരത്തിൽ പ്രവേശിച്ചത് സ്വന്തം മനസ്സിൽ ആവിർഭാഗത്താൽ ഉയർന്നു വന്ന നിഗമനമായിരുന്നു. യേശു രാജാവാണ്. അവർ തന്നെ പറയുന്നു യഹൂദന്മാരുടെ രാജാവ്. രാജാവ് ജനിക്കേണ്ടത് രാജകൊട്ടാരത്തിലല്ലേ? അവരുടെ നിഗമനം, അവരുടെ ചിന്ത അനുസരിച്ച് അവർ ആ ദേശത്തെ ഏറ്റവും വലിയ കൊട്ടാരത്തിനകത്ത് എന്ന് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? കൊട്ടാരത്തിൽ തപ്പിയാൽ അവിടെ കിട്ടുമോ? ഞങ്ങളുടെ നാട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട്, കൊല്ലത്ത് കളഞ്ഞച്ച് ഇല്ലത്ത് തപ്പരുത്. യേശു ഉള്ളെടുത്ത് യേശുവിനെ അന്വേഷിക്കണം. യേശു അമ്പലചുംബിയ കൊട്ടാരങ്ങളിലല്ല, വലിയ യേശുവിനെ നാമകരണത്തിൽ പടുത്തുയർത്തിയ ഒരു മന്ദിരങ്ങളിലുമല്ല. വചനം വ്യക്തമായി പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. ഭാരതത്തിൽ ഏറ്റവും മനോഹരമാണെന്ന് എനിക്ക് തോന്നിയ ഒരു പദമുണ്ട്. ഇന്നത്തെ വിഷയത്തിൽ പുറത്തും കൂടെ ഉള്ളവർ വചനം കേൾക്കുന്നുണ്ട് പറയട്ടെ. പ്രത്യേകമായി ഈ മാസങ്ങളിൽ ദൈവത്തെ കാണാൻ, ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് മോക്ഷം പ്രാപിപ്പാൻ, ദൈവത്തെ ഒരു നോക്ക് ദർശിക്കാൻ മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ട് ബന്ധപ്പെട്ട് കാടും മലയും ഒക്കെ കടന്ന് അങ്ങ് ചെന്ന് മലയ്ക്കങ്ങ് അത്തിച്ചുകൂടി ചെല്ലുമ്പോൾ പച്ചമലയാളത്തിൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചൊരു വാചകമുണ്ട്, തത്വമസി. തത്വമസി, അതിന്റെ മലയാളാർത്ഥം അത് നീയാണ്. എന്താണ് എന്റെ അർത്ഥം? നീ എങ്ങോ എവിടെയോ ഏതോ കോണിൽ ഏതോ വീട്ടിൽ ഏതോ കുടുംബത്തിൽ ആരുടെയൊക്കെയോ കുടുംബങ്ങളിൽ ജനിച്ചിട്ട് ഇവിടേക്ക് വന്ന് ബന്ധപ്പെട്ടു വന്നെങ്കിൽ നീ അറിഞ്ഞോ, നീ അന്വേഷിക്കുന്ന ദൈവത്തിന്റെ തത്വം, തത്വത്തുള്ള ദൈവാംശം നിന്നില. കേരളക്കരയിലെ നവോത്ഥാന നായകന്മാരെന്ന് വിശേഷിപ്പ നിരവധി പേരുടെ പേര് നമ്മുടെ ഓർമ്മയിലേക്ക് വരും. ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുവൊക്കെ ഉള്ളെടുത്ത് ശ്രീനാരായണ ഗുരു ഒരിക്കൽ കണ്ണാടി തിരികെ പിടിച്ചിട്ട് പറഞ്ഞു, ഇതിലേക്ക് നോക്ക്, ദൈവാംശം ഇതിൽ കാണുന്ന നിന്റെ അകത്താണ്. ഇത് തന്നെ തിരശീല മുഖത്തൊട്ട് അടിവരെ കീറിക്കളഞ്ഞിട്ട് ഒരു പുതിയ നിയമ ചരിത്രം രചിച്ചിട്ട് ആ പുതിയ നിയമ ചരിത്രത്തിൽ ഏറ്റവും ശക്തനായ പോരാളിയായ പൗലോസ് എന്ന അപ്പോസ്തലൻ ഇങ്ങനെ വരമൊഴിയായി എഴുതി വെച്ചു, കൈപ്പണിയായ യാതൊരു മന്ദിരങ്ങളിലും ദൈവം വസിക്കുന്നില്ല. നിർത്താതെ വീണ്ടും പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഹൃദയത്തിന്റെ അകത്ത് അണ്ടകടകത്ത് വാക്കായി വിളിച്ച സർവശക്തനായ, ഒന്നിനും ഒതുക്കാൻ കഴിയാത്ത, ആർക്കും ഒതുക്കിക്കളയാൻ കഴിയാത്ത സർവശക്തൻ എന്റെ അകത്തുണ്ടെന്നുള്ളവർ ഇന്ന് അതരങ്ങളെ തുറന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കൈകൾ ഇന്ന് രാത്രി ഉയർന്നിരിക്കട്ടെ. പിന്നീട് അവരെ നക്ഷത്രം അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നക്ഷത്രം അവരെ കൊണ്ടുപോയി യേശു കിടന്നെടുത്ത് നിർത്തി. എന്നെ ശ്രദ്ധിക്കണേ, ഇപ്പൊ നമുക്ക് അത്യാവശ്യം 100% ആശ്രയിക്കരുത്. അത്യാവശ്യം ഒരു സ്ഥലമൊന്നും അറിയില്ലെങ്കിലും റേഞ്ചും പരിധിയൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കാം. ലൊക്കേഷൻ അയച്ചു തരാൻ കൃത്യമായിട്ട്, കറണ്ട് ലൊക്കേഷൻ ആണെങ്കിൽ കൃത്യമായിട്ട് പോകാം. 100% ആശ്രയിക്കരുത്. എൻ്റെ വാക്ക് കേട്ടിട്ട് 100% ആശ്രയിക്കരുത്. ഇതിനു മുമ്പ് എനിക്കറിയാവുന്നൊരു സ്ഥലത്തേക്ക് ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കാർ ഓടിക്കുന്നുണ്ട്, വെറുതെ ഗൂഗിൾ മാപ്പ് കിടക്കട്ടെ, ആ പുള്ളിക്കാരി വല്ലതും സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലോ, ടേൺ ലെഫ്റ്റ് ടേൺ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു അനക്കും ആവി ആയിക്കോട്ടെന്ന് പറഞ്ഞ് ഇതിട്ടേച്ച് പോയി. കൃത്യമായിട്ട് എനിക്ക് വഴി അറിയാൻ കേട്ടോ, വെറുതെ ഇട്ടേ കറങ്ങിച്ചാണ് അപ്പുറം ഒരു പ്രസംഗിക്കാൻ പോയാൽ അവിടേക്ക് വന്നിട്ട് വഴി എനിക്കറിയാം. ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പം 100 മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ തിരിക്കാൻ നോക്കി ഒരു അപ്പച്ചൻ പറഞ്ഞിരിക്കുന്നു, ഒരു വീട്ടിൻ്റെ ഫ്രണ്ടാണ്. ഞാൻ അന്നേരം ഓഫാക്കി. എനിക്ക് അന്നേരം മനസ്സിലാക്കി ഇത് വഴി തെറ്റിക്കുമെന്ന്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഈ ലോകത്തിന്റെ മുഴുവൻ സംവിധാനവും നിന്നെ വഴിതെറ്റിക്കാനുള്ളതാണ്. ഒരിക്കൽ ഞാൻ കേട്ട ഒരു സംഭവം, ഒരു ദൈവദാസൻ എന്നോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് പറഞ്ഞ, ഒരു അർദ്ധരാത്രി വാഹനം ഓടിച്ചിങ്ങനെ പോവുക. വാഹനം ഓടിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് ഇഷ്ടമാണ് വഴി അറിയില്ല, ഇരുട്ട്, വഴിവിളക്കുകളൊന്നുമില്ല. പുള്ളി നോക്കി പെട്ടെന്ന് ഫ്രണ്ടിൽ ഒരു ലോറി പോകുന്നു, ഒരു വണ്ടി പോകുന്നു. പുള്ളിക്ക് മനസ്സിലായി ഈ വണ്ടിയുടെ പുറകിൽ അതിനെ ലൈറ്റ് നോക്കി അങ്ങ് പോയാൽ
അങ്ങ് എറണാകുളത്ത് ചെല്ലാം. അങ്ങനെ ദീർഘദൂരം ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിന്റെ പുറകിൽ അതിന്റെ വെട്ടം നോക്കി ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ബ്രേക്ക് ഔട്ടും, അദ്ദേഹം ബ്രേക്ക് ഔട്ടും, അദ്ദേഹം ബ്രേക്ക് വിടുമ്പോൾ അദ്ദേഹം ബ്രേക്ക് മാറ്റും. 40 സ്പീഡിൽ അത് പോയാൽ ഇദ്ദേഹം 40 സ്പീഡിൽ പോകും, 60 സ്പീഡിൽ പോയി 60 സ്പീഡിൽ പോകും, 20 സ്പീഡിലേക്ക് അദ്ദേഹം കുറയുമ്പോൾ ഇദ്ദേഹം കുറയും. ഇങ്ങനെ കുറേ ദൂരം പോയിക്കൊണ്ടിരുന്ന എറണാകുളം ഏകദേശം എത്താറായെന്ന് തോന്നി. അപ്പോൾ ഇതാ കിടക്കുന്നു. മുമ്പേ പോയ വണ്ടി റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞു, ഇദ്ദേഹം റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ തിരിഞ്ഞു, അങ്ങോട്ടോട്ട് കയറിയതും മുമ്പേ പോയ വണ്ടിയുടെ പുറകിൽ ഒറ്റ ഇടി. വണ്ടിയുടെ ഹെഡ്ലൈറ്റും ഫ്രണ്ട് ഭാഗവും കുറച്ച് പൊളിഞ്ഞു പോയി. ദേഷ്യം കൊണ്ട് പുറത്തിറങ്ങിയിട്ട് മുമ്പേ പോയ വണ്ടിക്കാരനെ വെളിയിലേക്ക് പിടിച്ചിറങ്ങിയിട്ട് പറഞ്ഞ്, വണ്ടി ഓടിക്കണമെങ്കിൽ രാത്രിയാണ് പകലെങ്കിൽ വണ്ടി ഓടിക്കാൻ ഇറങ്ങാൻ അറിയാമെങ്കിൽ ഈ കുന്തം എടുത്തോണ്ട് റോഡിൽ ഇറങ്ങാവൂ, അല്ലെങ്കിൽ ഇറങ്ങരുത്. പുള്ളി പറഞ്ഞു, ഞാനത് പറയട്ടെ. നീ ഒന്നും പറയണ്ട, എന്റെ ഹെഡ്ലൈറ്റ് പോയി. അതേ പറഞ്ഞു, ഞാനൊന്ന് പറയാം. നീ ഒന്നും പറയണ്ട, എന്റെ ഇൻഡിക്കേറ്റർ പോയി. ഞാൻ ഒന്ന് പറയട്ടെ. നീ മിണ്ടണ്ട, എന്റെ ബമ്പർ പോയി. വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. നിന്നെ ഓട്ടുന്നത് നീ റൈറ്റ് ഇട്ടിട്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ പുറകെ വന്നിടിക്കത്തില്ല. പുള്ളി പറഞ്ഞായിരുന്നു പറഞ്ഞു, നിങ്ങളൊന്നും പറയണ്ട, നഷ്ടപരിഹാരം തരണം. പുള്ളി പറഞ്ഞു, നിർത്ത്, ഞാൻ പറയട്ടെ. ഞാൻ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കയറിയിരിക്കുന്ന എന്റെ വീട്ടിലാ. വീട്ടിൽ കൊണ്ട് നൂട്ടി ഇടിച്ചിട്ട് പറയാ, ആരേലും പറയുന്നതിന്റെ പുറകിലെല്ലാം പോയാ. നക്ഷത്രം ഒരടയാളം മാത്രം, നക്ഷത്രമല്ല കാരണഭൂതൻ, സംവിധാനങ്ങളല്ല. യേശുവിനെ വിദ്വാൻമാർ കണ്ടു കഴിഞ്ഞ ശേഷം നക്ഷത്രത്തെ കാണാനില്ല. അതിന്റെ അർത്ഥം ഇവരെ അവിടെ എത്തിക്കാനുള്ള മാർഗങ്ങളിൽ, അടയാളങ്ങളിൽ ഒന്നു മാത്രമാണ് നക്ഷത്രം. അതുകൊണ്ട് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. വചനം മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് 5 കാലം 6 കാലം എണ്ണത്തിരാത്ത 12 കാലമുള്ള ഒരുപാട് നക്ഷത്രങ്ങൾ വീട്ടിന്റെ മുമ്പിൽ തൂങ്ങിക്കിടക്കുമ്പോൾ വെട്ടത്തിന് കൊള്ളാം. പക്ഷെ അതിന്റെ അർത്ഥം പറയാം, യേശുവിലേക്ക് എത്തിക്കാൻ, യേശുവിനെ അടുപ്പിക്കാൻ, യേശുവിനെ കാണിച്ചു കൊടുക്കാനുള്ള ദൈവം കൽപ്പിച്ചാക്കിയ അടയാളം മാത്രമാണ് നക്ഷത്രം. എന്റെ മുമ്പിലിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയട്ടെ, എന്നോ എപ്പോഴോ എവിടുന്നോ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വെള്ളത്തിൽ കർത്താവിനെ ജലത്തെ സാക്ഷീകരിച്ച് ആരെങ്കിലും ഉന്തിയാൽ പ്രാർത്ഥനയ്ക്ക് പോയി ആരെങ്കിലും വിളിച്ചാൽ അവിടെ ചെന്ന് ഇങ്ങനെ പൊത്തുപരുവത്തിൽ പോകുന്ന ഒരു ഉന്തിക്കോസുകാരാകരുത്. ദാനിയേൽ പ്രവചനം പറയുന്നു, അനേകരെ ദൈവത്തിലേക്ക് തിരിക്കേണ്ട തേജസ്സുള്ള നക്ഷത്രങ്ങളാണ് നിങ്ങൾ. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഈ ഇരിക്കുന്ന ഇത്രയും നക്ഷത്രങ്ങൾ, ഈ ഇരിക്കുന്ന ഇത്രയും പ്രകാശഗോപുരങ്ങൾ, ഈ ഇരിക്കുന്ന ഇത്രയും നക്ഷത്രങ്ങൾ ഒരുമിച്ചൊന്ന് പ്രകാശിക്കാൻ, ഒരുമിച്ച് കർത്താവിലേക്ക് എത്തിക്കാൻ ഒരു തീരുമാനം ഇന്ന് രാത്രി എടുത്താൽ ഈ ദേശം കർത്താവിനെ അറിയുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് എന്റെ ആശയം കൊണ്ടൊന്ന് യോജിക്കാൻ പറ്റും? അവർ യേശുവിന്റെ അടുക്കൽ ചെന്നു. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു, ഞാന് പള്ളിയിൽ അച്ഛനാകാൻ പള്ളിക്കുള്ളിൽ അൽത്താരയിൽ കൊച്ചു ലോഹയൊക്കെ ഇട്ട് നിന്നൊരാളാണ്. അന്ന് പള്ളിയിൽ അച്ഛനാകാനായിട്ട് അങ്ങ് നിന്ന. അവിടെ നിന്നപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. പനി മാറിയിട്ടല്ല, ചുമ മാറിയിട്ടല്ല, നടുവേനയും വാദപ്പെടും കൊട്ടൻചുക്കാതിക്കാരുടെ പരസ്യമില്ലേ, അങ്ങനെ ഒന്നും മാറിയിട്ടല്ല. പിന്നെ രക്ഷിക്കപ്പെട്ട് വന്ന എൻ്റെ അപ്പം വെള്ളവടിയും നിർത്തി നേരെ ജോലിക്കും പോകാൻ തുടങ്ങിയപ്പം ജോസ് പാസ്റ്റർക്ക് അറിയാം, അധ്വാനിച്ച് കിട്ടുന്നതെല്ലാം അന്ന് വരെ ഷാപ്പിൽ പോയതും ബിവറേജിൽ പോയതും ചാർമിനാറിനും സിക്സർ അല്ല, ശരിയല്ലേ ഇത് സാധനത്തിൻ്റെ പേരൊക്കെ തെറ്റിയാൽ ക്ഷമിക്കണം, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പ്രസംഗിക്കാൻ വേണ്ടി പഠിച്ച കുറച്ച് പേരുകളാണ്. OPR, ഓക്കെ ബാറ്റ്, ജോണി വക്കർ, പുതിയ ഇങ്ങനെയൊക്കെ അടിച്ച്, പിന്നെ അന്നത്തെ കാലത്ത് പട്ടച്ചാരയും അടിച്ച് വട്ടം കറങ്ങി എൻ്റെ അപ്പൻ ഞങ്ങളെ നട്ടം തിരിച്ചെടുത്തെന്ന് കർത്താവ് കഷ്ടപ്പെട്ട് ഞങ്ങളെ പൊക്കിയെടുത്ത് പള്ളി കൊണ്ടുവന്നു. അങ്ങ് ചർച്ചിലൊക്കെ വന്നു. നിങ്ങൾ നോക്കിക്കേ, അത്യാവശ്യം വണ്ണമില്ലേ?
ചർച്ചിലൊക്കെ വന്ന് അപ്പം വെള്ളവടിയൊക്കെ നിർത്തി, പുകവലിയൊക്കെ നിർത്തി, ചാരായം കുടിയും നിർത്തി, ഷാപ്പിപ്പോക്ക് നിർത്തി, സിനിമാ തിയേറ്ററിൽ പോക്കൊക്കെ നിർത്തിയപ്പോൾ അധ്വാനിക്കുന്ന മുഴുവൻ വീട്ടിൽ വരാൻ തുടങ്ങിയപ്പോൾ അതുവരെ ഫ്രിഡ്ജില്ലായിരുന്നു, ഫ്രിഡ്ജ് മേടിച്ചു. അതുവരെ ഞങ്ങൾക്കൊരു സൈക്കിൾ പോലും സൈക്കിൾ മേടിച്ചു. കുറച്ചാൾ കഴിയുമ്പോൾ സൈക്കിൾ മാറിയിട്ട് ഹൈനറ്റിക് കൊണ്ട മേടിച്ചു. അതുകൂടെ കഴിയുമ്പോൾ അടുത്ത വണ്ടി മേടിക്കുന്നു. നാട്ടുകാരെല്ലാം പറഞ്ഞ് പെന്തിക്കോസിൽ പോയി അവർ കാശ് തരുമെന്ന്. കാശ് കിട്ടിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ വെക്കണം, കാശ് കയ്യിൽ നിന്ന് പോകുന്നതേ ഉള്ളൂ. മാസവരി, ആ പിരിവ്, ദശാംശം, സ്തോത്രക്കാഴ്ച, വെള്ളിയാഴ്ച സ്തോത്രക്കാഴ്ച, വ്യാഴാഴ്ച കൊടുത്തിട്ടും ഇതുവരെ അനുഗ്രഹിക്കപ്പെട്ട നമ്മെപ്പോലെ വേറൊരാളില്ല. എത്ര ഉപസിച്ചിട്ടും വണ്ണം കുറയത്തില്ല. മനസ്സ് എന്നോട് ആൾക്കാർ ചോദിക്കും ഭാഷ എവിടെ നിന്നാണ് റേഷനറി മേടിക്കുന്നതെന്ന്. ഞാൻ പറയും റേഷനറി അല്ല, മനസ്സ് നല്ലതാണ്ടാന്ന് പറയും. നന്നായിട്ട് ശോഭിച്ചാൽ എത്ര പേര് രക്ഷിക്കപ്പെടുമെന്നറിയാം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന അവർ എന്തായാലും ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വന്നല്ലയോ, അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ശിശുവിനെ അവൻ്റെ അമ്മയും കൂടെ കണ്ടു. എന്നിട്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വീണ് അവനെ നമസ്കരിച്ചു. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നവർ പെന്തിക്കോസ്തുകാരുടെ പ്രത്യേകം ബൈബിൾ എഴുതിയിരിക്കുന്നതല്ല. ഞാൻ ആദ്യമായിട്ട് വായിച്ച ബൈബിളിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു കുരിശും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നതിനെക്കാട്ടി വലിയൊരു ബൈബിളും ഉണ്ട്. അതെടുത്ത് വല്ല ഞായറാഴ്ച പെന്തിക്കോസ് പള്ളി വരേണ്ടി വന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വരേണ്ടി വന്നേനും. അത്ര വലിയ ബൈബിളാണ്. അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിലും വായിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശുവിനെ അമ്മയോടൊപ്പം കണ്ട് വീണ് അവനെ നമസ്കരിച്ചു എന്ന് പറയുന്ന ശാഖോ എന്ന് പറയുന്ന അതേ പദമാണ് ആരാധനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വീണവനെ ആരാധിച്ചു, വീണവനെ കുമ്പിട്ടു, വീണവനെ കാഴ്ചവെച്ചു. എന്താ അമ്മ അടുത്തില്ലേ അങ്ങനെ എഴുതി വെക്കാഞ്ഞത്? ആരെങ്കിലും ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിക്കണം. ഞാൻ പല ഭാഷയും നോക്കി, അങ്ങനെ എഴുതിയിട്ടില്ല. അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, വീണവനെ നമസ്കരിച്ചു. അതിന്റെ അർത്ഥം ആരാധ്യ പുരുഷനാ ജനിച്ചതെന്ന് 1000 കാലങ്ങൾക്ക് അപ്പുറത്തുനിന്ന് കടന്നു വന്ന വിദ്വാൻമാർക്കറിയാമെങ്കിൽ വിശുദ്ധ ബൈബിൾ മലയാള ഭാഷയിൽ വരമൊഴിയായി കിട്ടിയിരിക്കുന്നിടത്ത് വരച്ചു കാട്ടിയിരിക്കുന്ന ഗലാത്യ സഭയോട് ചോദിച്ചൊരു ചോദ്യം ഈ രാത്രി ദേശത്തോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ ശുദ്ധം ചെയ്ത് മായ്ക്കുക. ആരാധന ഒരുപാടില്ല, ആരാധനയ്ക്ക് യോഗ്യൻ ഒത്തിരി പേരില്ല, ആരാധനയ്ക്ക് വേണ്ടി ഒരുവനേ ഉള്ളൂ. അത് തന്നെ ആദ്യത്തെ കൽപ്പന, ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടാകരുത്. വീണ് അവനെ നമസ്കരിച്ചു. അതിന് ആരാധനയ്ക്ക് യോഗ്യൻ യേശുവേ ഉള്ളൂ. അതിന് പങ്കിട്ട് കൊടുക്കുന്നതിന്റെ പേരല്ല ആരാധന. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നു, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഏറ്റവും വലിയ സുവിശേഷം സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. എങ്ങനെയാണ് ഈ സർവജനത്തിനും മഹാസന്തോഷം ഉണ്ടാകുന്നത്? ഒത്തിരി തിയോളജിക്കൽ അർത്ഥം അതിനുണ്ട്. ഒന്ന്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള വിടവ് മാറ്റാൻ യേശുവിന്റെ മനുഷ്യാവതാരത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് പാലസ്തീന്റെ ദിക്കുമുഴങ്ങുമാറ് അരുമനാഥനായ കർത്താവ് റോമൻ ഭരണകാലഘട്ടത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അന്നും എന്നും എന്നേക്കും ഒരിക്കലും തന്റെ ഇടത്തോടെ നെഞ്ചും നെറ്റിയും കാണിച്ചു ഒരു നായകന്മാർക്കും പറയാൻ കഴിയാത്ത ശക്തമായ ഒരു പ്രഖ്യാപനം യേശു നടത്തി. അതിലാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഏദൻ തോട്ടത്തിൽ വെച്ച് അവസാനിച്ച് പുറത്താക്കപ്പെട്ട മനുഷ്യരെ പാപത്തെ അകറ്റി, ലോകത്തിന്റെ മോഹത്തിൽ നിന്ന് എങ്ങനത്തിൽ നിന്നും അകറ്റി ദൈവവുമായി ഒന്നിച്ചു ചേർക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഏക വഴി, പല വഴിയിലൊരു വഴിയല്ല, ഏക വഴിയുടെ പേര് യേശു ക്രിസ്തു. രണ്ട്, വേഗത്തിൽ സമയക്കുറവുകൊണ്ട് വേഗത്തിൽ പറയാം. രണ്ട്, ദൈവത്തെ കണ്ടാൽ മരിക്കും. ദൈവം ഇറങ്ങിയ പർവ്വതത്തിൽ തൊട്ടാൽ മരിക്കും. അവന് പ്രതിദാനം ചെയ്യുന്ന മന്ന ഇട്ടുവച്ചിരിക്കുന്ന പെട്ടകം കാള വരേണ്ടവനൊന്ന് തൊട്ടാൽ അവൻ തട്ടും. ദൈവം എന്ന് പറഞ്ഞ പദത്തിലേക്ക് എഴുതുന്നാൻ വരുന്നതിന് തൊട്ടു മുമ്പ് എഴുതിക്കൊണ്ടിരിക്കുന്ന തൂവലിലെ മഷി മുഴുവൻ കഴുകി വൃത്തിയാക്കിയിട്ട് പുതിയ മഷി മുക്കിയെടുത്ത് എഴുതിക്കൊണ്ടിരുന്ന പേരിൽ അവിടെ മാത്രമേ ദൈവം എന്ന് എഴുതുകയുള്ളായിരുന്നു. തീർന്നില്ല. അവർ ദൈവത്തെ എന്റെ ദൈവമെന്നോ ഇന്ന് നമ്മൾ വിളിക്കുന്ന പോലെ എന്റെ പിതാവെന്നോ വിളിക്കുന്നവർ അബ്രഹാമിന്റെയും
ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് മാത്രം വിളിച്ച ഒരു ഭയത്തിന്റെ നടു ചുവരുകൊണ്ട് രണ്ടിടങ്ങളായി മാറ്റി നിർത്തിയെടുത്തെന്ന് കർത്താവ് ഇറങ്ങി വന്ന് നടുച്ചുവരിടിച്ച് ദേവാലയത്തിന്റെ തിരശ്ശീലയെ മുഖത്തൊട്ട് താഴ്വരെ കെറിയിട്ട് ഭയം മാറ്റിയിട്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വപുത്രത്തിന്റെ ആത്മാവിനെ തരുവാനാണ് അവൻ ജനിച്ചതെന്ന് പറഞ്ഞ് ആ സന്തോഷം അനുഭവിക്കുന്ന എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? തീർന്നില്ല. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിൽക്കാം. യേശു ക്രിസ്തു യഹൂദന്മാർ കാത്തിരുന്ന, യഹൂദന്മാരുടെ മാത്രമെന്ന് അവകാശപ്പെട്ട, യഹൂദന്മാർക്ക് മാത്രം വാഗ്ദത്തമുണ്ടെന്ന് അതുവരെ വിശ്വസിച്ച യഹൂദന്മാരുടെ വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ അവതാരമായ മനുഷ്യാവതാരമായവന്റെ പേരായിരുന്നു മശിഹ. എന്നാൽ ഇന്ന് ഞാനിവിടെ ഇരിക്കാൻ, നിങ്ങൾ ഇവിടെ ഇരിക്കാൻ കാരണം യഹൂദനായതല്ല. ആണോ? ഇവിടെ ആരെങ്കിലും യഹൂദന്മാരുണ്ട്? കൈവക്കാവോ? ഉണ്ടോ? അയ്യോ, ആരുമില്ല. ഞാനും യഹൂദനല്ല. എന്നെ കണ്ടാൽ ചിലപ്പോൾ അങ്ങനെ ഈ വെളുപ്പൊക്കെ കണ്ട് തോന്നുന്നേ ഉള്ളൂ. ഞാൻ യഹൂദനല്ല. അതായത് ഇവിടെ ആര് യഹൂദനായോണ്ട് ഇവിടെ വന്നതല്ല. പിന്നെയോ യഹൂദന്മാരുടെ അതുവരെയുള്ള വാഗ്ദത്തമായിരുന്നെടുത്ത് പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്നെയും കൂടെ നിങ്ങളെയും കൂടെ പെരുന്തോയിൽ നിവാസികളെയും കൂടെ വിദ്യാഭ്യാസമില്ലാതിരുന്ന നമ്മെ, നാട്ടുകാർ തള്ളിക്കളഞ്ഞ നമ്മെ, മദ്യത്തിനടിമയായിരുന്ന നമ്മെ, ലോകത്തിന് തലവേദനയായിരുന്ന നമ്മെ, വീട്ടുകാർ പോലും ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞ നമ്മെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളാക്കി തീർക്കാനാണ് മശിഹ അവതാരം ചെയ്തെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാം? അപ്പോളോ 15 ബഹിരാകാശ യാത്ര ചെയ്ത് ചന്ദ്രനിലെത്തിയ ജെയിംസ് എന്ന മനുഷ്യൻ മടങ്ങി വന്ന സമയം രാജ്യം മുഴുവൻ അഭിമാനത്തിൽ തല ഉയർത്തിയിട്ട് അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തപ്പോൾ ആ സ്വീകരണത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ലോകപ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, ചന്ദ്രനിൽ പോകുന്നത് എത്ര വലിയ കാര്യമാണോ, ചന്ദ്രനിൽ പോകുന്നത് ഒരു വലിയ മഹാത്ഭുതമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ ആകാശമേഘക്കപ്പുറമുള്ള കോടാനക്കോടി നക്ഷത്രങ്ങളുള്ള ആകാശഗംഗ ഗാലക്സി പോലെ നിരവധി കൂട്ടങ്ങളുള്ള ഒരു ചെറിയ ഗ്രഹമായ ചന്ദ്രനിൽ പോയിട്ട് വന്ന എനിക്ക് ഇത്രയും സ്വീകാരം വലിയൊരു അത്ഭുതം നിങ്ങൾ പറയുകയാണെങ്കിൽ, ആകാശങ്ങൾക്കപ്പുറം, മൂന്നാം സ്വർഗത്തിനപ്പുറം അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, സ്വർഗമഹിമ ഫിലിപ്പിയ ലേഖനത്തിലെ വാക്ക് മറക്കണ്ട, ദൈവത്തോടിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഭൂമിയിലേക്ക് ദാസരൂപം എടുത്തതല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ. രാത്രി കർത്താവ് ഇറങ്ങി വന്ന് നിത്യജീവൻ അവകാശം തന്നതിന് എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം? രണ്ടാം കുറുവാക്യത്തിലേക്ക് വേഗത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അവസാനിക്കാം. 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഇത് മത്തായിയുടെ സ്വന്തം ഭാഷയല്ല, വാക്കല്ല. ഇത് യെശയ്യാവ് പറഞ്ഞ പദമാണ്. വേഗത്തിൽ പറഞ്ഞു പോകാം. 7-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ അവിടെ ഉണ്ട്, യഹോവ പിന്നെയും ആകാശിനോട്, നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. ആകാശ് ഉത്തരം പറഞ്ഞു കേട്ടോ, ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞത്, ദാവീദ് ഗൃഹമേ കേൾപ്പീൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്ന പോരാഞ്ഞിട്ടോ നിങ്ങൾ എന്റെ ദൈവത്തെ മുഷിപ്പിക്കുന്നത്. തീർന്നില്ല. 14-ാം വാക്യം, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. പ്രഥമ ദൃഷ്ടിയിൽ ആകാശ് എന്തൊരു നല്ല മനുഷ്യന്. ഒരുത്തം പറയുക, ഒരു ചോദ്യം ചോദ്യര്, ഒരു അടയാളം ചോദ്യര്, ഇപ്പൊ തരാം. ആകാശ് പറയാ, വേണ്ട, ഒരടയാളം വേണ്ട, ഞാൻ ദൈവത്തെ പരീക്ഷിക്കില്ല. വായിക്കുന്ന പ്രഥമ വാക്യത്തിൽ നമുക്ക് തോന്നും, എന്ത് ഭക്തൻ, ദൈവത്തെ പരീക്ഷിക്കാത്ത നല്ല മനുഷ്യൻ. അങ്ങനെ അല്ല. രാജാക്കന്മാരുടെ പുസ്തകം വാക്യം വായിക്കണ്ട. 2 രാജാക്കന്മാർ 16:2 ഈ 16-ാം അധ്യായത്തിൽ ഈ സംഭവമുണ്ട്. അവിടെ 2 രാജാക്കന്മാർ ഒത്ത് ആകാശിനെതിരെ പടപൊരുതി തോൽപ്പിക്കാൻ പാളയമിറങ്ങിയപ്പോൾ
ആകാശ് ഭയപ്പെട്ടിട്ട് മറ്റൊരു രാജാവായ അശൂർ രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണം. 16-7 വാക്യം ആകാശ് അശൂർ രാജാവായ തിഗ്ലത്-പിലേസറിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദാസനും നിന്റെ പുത്രനുമാകുന്നു. നീ വന്ന് എന്നോട് എതിർത്തിരിക്കുന്ന അരാം രാജാവിന്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറയിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം. അതിനായിട്ട് ആകാശ് ചെയ്തെന്താണെന്നറിയുമോ? 8-ാം വാക്യം. അതിനായിട്ട് ആകാശ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലും ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയും പൊന്നും എടുത്തു അശൂർ രാജാവിന് സമ്മാനമായി കൊടുത്തു. ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു മനസ്സിലാക്കിക്കോ. പിന്നീട് ആ രാജാവ് ആലയത്തിന്റെ താമരത്തൊട്ടി കാളപ്പുറത്ത് നിറക്കി വെച്ചു. യാഗപീഠങ്ങളെ പൊളിച്ചു കളഞ്ഞു. പല മാറ്റങ്ങളും ഉണ്ടാക്കി. അക്ഷര പ്രതിഷ്ഠകളെ വെച്ചു. ദേവാരാധന നടത്തി. എന്ത് മൂലച്ചുളി. ഇതിലേക്ക് പോകുന്നതിന് മുമ്പേ അശൂർ രാജാവിനെ അഭയം ചൊല്ലിയപ്പോൾ യഹോവ ശബ്ദം പുറപ്പെടുവിച്ചു. ആകാശേ ഓനരാ, നീ നോക്കിക്കേ, ഞാനുണ്ട്. നീ എന്നോടൊരു അടയാളം ചോദിക്ക്. പ്രവർത്തിക്കാൻ എൻ്റെ കരകൾ കുറുകിപ്പോയിട്ടില്ലെന്നും കേൾക്കാൻ എൻ്റെ കാത് മന്ദമായിട്ട് നിനക്ക് എന്തെങ്കിലും വിശ്വാസക്കുറവുണ്ടെങ്കിൽ നീ എന്നോട് അടയാളം ചോദിക്കും. വേണ്ട, എനിക്ക് അടയാളം വേണ്ട. ദൈവത്തെ പരീക്ഷിക്കത്തില്ല. നമുക്ക് തോന്നും പെട്ടെന്ന് ഈ പുള്ളി നല്ല ഭക്തനാണ്. അല്ല, കച്ചവടം ഉറപ്പിച്ചിട്ടായിരിക്കുന്നത്. വേറൊരുത്തനെ അഭയം ചൊല്ലി അവൻ യുദ്ധം നടത്തി തോൽപ്പിക്കാവുന്നേറ്റ് അതിന് കാരണമായിട്ട് കൂലിയും കൊടുത്തു. അതിനുപരി വിശുദ്ധമായി എക്കാലവും കരുതേണ്ട വിശുദ്ധാലയത്തിൽ ഇരിക്കുന്ന മുഴുവൻ അശുദ്ധമാക്കാൻ അവരോട് തീരെഴുതി കൊടുത്തിട്ട് വന്നിരിക്കുക. അതിന് ദൈവത്തോട് പറയുക, വേണ്ട, നിന്നെ പരീക്ഷിക്കാൻ ഞാനില്ല. ദൈവം അവനോട് പറയുന്ന പേര്, എന്നെ മൂഷിപ്പിക്കരുത്. POC ബൈബിൾ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. അതിന്റെ പച്ചക്ക് എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിനെ മുഴുവൻ മുഷിപ്പിച്ചത് പോരാഞ്ഞിട്ടാണോ ദൈവത്തെ മുഷിപ്പിക്കുന്നത്? POC ബൈബിളിലെ പദമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ദൈവത്തിന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ദൂത് കേൾപ്പിച്ചിട്ടും കൺവെൻഷൻ കേൾപ്പിച്ചിട്ടും ട്രാക്റ്റായിട്ടും പല മാധ്യമങ്ങളുടെ വചനം കേട്ടിട്ടും ഇതാ സത്യം എന്നറിഞ്ഞിട്ടും പിന്നീടാകട്ടെ ഇതാണ് സുവിശേഷം അറിഞ്ഞിട്ടും പലതിന്റെയും പേരിൽ മാറ്റിവെച്ച് വിശുദ്ധമായതെല്ലാം അശുദ്ധമാക്കുന്ന ദൈവത്തിന്റെ മന്ദിരമായ ശരീരത്തെ പോലും ദൈവത്തിന് കൊടുക്കാത്തവരോട് ഇന്ന് രാത്രിയും ദൈവത്തിന് പറയാനുള്ള ഒറ്റ മറുപടിയേ ഉള്ളൂ, ദൈവത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നോക്കിക്കേ, എന്നിട്ട് ദൈവം പറയാ, നിനക്കൊരടയാളം ഉണ്ടാകും, നിനക്കല്ല സർവജനത്തിനും. യഹോവ ദൈവം നിന്നോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. അതാണ് മത്തായി പറയുന്നത്. അതിന് പ്രത്യേകതയുണ്ട്. ഉലകത്തിൽ എന്തെങ്കിലും കാര്യം നേടാൻ പലയിടത്തേക്കും യാത്ര ചെയ്തേണ്ടി വരുമ്പോൾ ഒരൊറ്റ ശബ്ദം, ഇന്നേ വരെ കേട്ടിട്ടുള്ളൊരു ശബ്ദം, ജനം കേൾക്കേണ്ട ശബ്ദം, ഈ കാലഘട്ടം ശ്രദ്ധിക്കേണ്ട ശബ്ദം, മാനവജാതി അറിയേണ്ട ശബ്ദം, ഒരൊറ്റ ശബ്ദമേ ഉള്ളൂ. ആ ശബ്ദം ഇതാ, നിന്നോട് കൂടെ ഞാനുണ്ട്. എന്തിനേറാ പറയുന്നേ? യേശുവിന്റെ കൂടെ നടന്ന് അപ്പം തിന്ന് അത്ഭുതം ചെയ്യിച്ചു. കൂടെ സഹവസിച്ചവർ യേശുവിന്റെ മരണത്തിന് ശേഷം യേശുവിനെ വിട്ട് തിബേരിയാസ് കടൽക്കരയിലേക്ക് ചെന്ന് പടകെടുത്ത് മീൻ പിടിക്കുമ്പോൾ പോലും യേശു, ഇവന്മാർ എന്നെ വിട്ടുപോയതല്ലയോ, എന്നെങ്കിലും മടങ്ങി വരുമ്പം വരട്ടെ എന്ന് പറഞ്ഞ് എവിടെങ്കിലും ഇരിക്കാതെ തേടി ഇറങ്ങിച്ചെന്നു, അന്വേഷിച്ചിറങ്ങിച്ചെന്നു, മുക്കുവന്മാരുടെ കടൽത്തീരത്ത് ഇറങ്ങിച്ചെന്നു. അങ്ങ് അകലെ വലയെറിയുന്നവരെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഇത് രാത്രി എനിക്ക് പരിചയപ്പെടുത്താനുള്ള ക്രിസ്തു, നീ നേർന്നത് മൊത്തം നിറവേറ്റിട്ട് ഞാൻ വരാമെന്ന് പറയുന്നവനോ, ഞാൻ ഇരിക്കുന്ന ഉയരങ്ങളിലേക്ക് കയറി വരാൻ പറയുന്നവരോ, എന്നെ വന്ന് ഏതെങ്കിലും ആഴ്ചയിലെ ഏതെങ്കിലും കൃത്യവശത്തിൽ 6-7 ആഴ്ചകളിൽ കൃത്യമായി വന്ന് നടത്തിത്തരാന്ന് പറയുന്നതല്ല. എന്നെ വിട്ട് നീ അകന്നു പോകുമ്പോഴും നിന്റെ പുറകെ വരുന്ന നിന്റെ കൂടെയുള്ള ഒരു ദൈവമുണ്ട്. അവന്റെ പേര് ഇമ്മാനുവേൽ. വിശുദ്ധ തിരുവെഴുത്തിന്റെ ഏറ്റവും അവസാനത്തെ പുസ്തകവും പ്രവചന ഗ്രന്ഥമായ ഏക ഗ്രന്ഥ വെളിപ്പാട് പുസ്തകത്തിൽ ഏറ്റവും ശക്തമായൊരു വാക്യം അതിതല്ലേ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, വാതിൽക്കൽ നിന്നൊരാൾ മുട്ടണമെങ്കിൽ അവൻ വാതിലിന് വെളിയിലല്ലേ,
വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രാരംഭ അധ്യായം 2-ാം അധ്യായം 1-ാം അധ്യായം അവസാനം വായിച്ചു നോക്കിക്കേ. 7 സഭകൾ, സഭകളുടെ ദൂതന്മാരെ കയ്യിൽ വഹിച്ച് 7 സഭകളുടെ നടുവിൽ കൂടെ ഉലാവിക്കൊണ്ടിരുന്നവൻ, ആരംഭ സമയങ്ങൾ അകത്തുണ്ടായിരുന്നവൻ, പ്രാധാന്യത്തോടെ അകത്തുണ്ടായിരുന്നവൻ, ഇപ്പോൾ എപ്പോഴോ പുറത്തുപോയി. എന്നിട്ട് അവൻ നിന്നെ എനിക്ക് വേണ്ട, നിന്റെ വീടിന്റെ പഞ്ചായത്തിൽ കൂടെ പോലും ഞാൻ വരുത്തില്ല, നിന്റെ മുഖം എനിക്ക് കാണണ്ട, നീ എന്നെ പടിക്ക് പുറത്താക്കി വാതിലടച്ചു എന്ന് പരിഭവവും പരാതിയും പറയാതെ ഒരു ദൈവത്തെ നോക്കിക്കേ. ഇങ്ങനൊരു ദൈവത്തെ കാണിച്ചു തരാമോ? നിങ്ങളുടെ എന്റെ അയ്യത്തൂടെ നീ കയറി നടക്കില്ലെന്ന് പറഞ്ഞാൽ, എന്റെ വീട്ടിൽ മേലെ കയറില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിന്റെ പരിസരത്തൂടെ പോകത്തില്ല, ആത്മാഭിമാനമുള്ള ആരും പോകത്തില്ല. എന്നാൽ ഇവിടെ ഒരുവൻ ഉയരത്തിലിരുന്നവൻ, ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ താണലോകത്തേക്ക് വന്നവൻ, അവൻ തന്നെ പറയുന്നു, അവനെ കണ്ണ യോഹന്നാൻ പറയുന്നു, ഇപ്പോഴും 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 അവൻ വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയ സത്യം, പുറത്താക്കിയിട്ടും അപമാനഭാരത്തിൽ പെറുപെറുത്ത് ഇവനെ വേണ്ടെന്നും പറഞ്ഞ് അകറ്റിക്കളഞ്ഞിട്ട് അകന്നു പോകാതെ തുറക്കുന്നവരെ മുട്ടിക്കൊണ്ടിരിക്കുന്നവൻ, തുറക്കുന്നവരെ മുട്ടിക്കൊണ്ടിരിക്കുന്നവൻ, തുറക്കുന്നവരെ മുട്ടിക്കൊണ്ടിരിക്കുന്നവൻ. നീ തുറന്നാൽ പരാതി പറയാതെ അകത്തു വരാൻ ആഗ്രഹിക്കുന്നവൻ, നീ തുറന്നാൽ അകത്തു നിന്നോട് അത്താഴം കഴിക്കാൻ, നിന്നോട് താമസിക്കാൻ ആഗ്രഹിക്കുന്ന വേറൊരു ദൈവമില്ല. അവന്റെ പേര് നസറേയനായ യേശു. ഈ രാത്രി പേരെന്തോ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു, അവൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എന്റെ വാക്കിവിടെ അവസാനിപ്പിക്കട്ടെ. ഈ രാത്രിയിൽ ഈ ഒരുപാട് ഉൾപ്രദേശത്തിൽ ഇത്രയും ദൈവജനങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കാൻ കാരണം നമ്മൾ അവനെ തേടി ചെന്നതല്ല, അവൻ നമ്മെ തേടി വന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കും. യെസ്, അക്കാലഘട്ടത്തിലെ ഗുരുക്കന്മാരെ എല്ലാം ശിഷ്യന്മാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ ഒരു ഗുരു മാത്രം ഇറങ്ങി ചന്ത സ്ഥലത്ത് ചെന്നും, കടൽ തീരത്ത് ചെന്നും, ചുങ്കം പിരിക്കുന്നിടത്ത് ചെന്നും, വഴിയോരങ്ങളിൽ ചെന്നും പേര് പറഞ്ഞു, മത്തായി, മർക്കോസേ, ലൂക്കോസേ, യോഹന്നാനേ, എന്നെ അനുഗമിക്കുവീൻ എന്ന് പറഞ്ഞ് അവന്റെ അടുക്കിലേക്ക് ചെന്ന്, അവൻ ഇരിടത്തേക്ക് ചെന്ന് അവനെ കൂടെ കൂട്ടിയ ഒരുവനേ ഉള്ളൂ, അവന്റെ പേരാ യേശു. രാത്രി കുറിവാക്യം മറക്കരുത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അടുത്തവരെ ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഇത് ഘോഷിക്കപ്പെട്ട മണ്ണിൽ പാലസ്തീനിൽ ഇസ്രായേൽ ഹമാസും കൂടെ യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുക. എവിടെ നോക്കിയാലും അസമാധാനമേ കാണാറുള്ളൂ. അടി, രാഷ്ട്രീയ ശക്തികൾ തമ്മിലടി, ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്കാർ തമ്മിലടി, ഒരു വ്യക്തി മറ്റൊരു തമ്മിലടി. സമാധാന കരാർ ഒപ്പിട്ടിട്ട് ദൃശ്യമാധ്യമങ്ങൾ കാണത്തക്കണം കൈപിടിച്ച് കുലുക്കി ലോക നേതാക്കന്മാർ നമ്മെ വഞ്ചിക്കുന്നു. ഞങ്ങൾ ഒപ്പിട്ടിരിക്കുക, ലോകത്തിന് ഇനി സമാധാനം വരാൻ പോയാന്ന് വഞ്ചിച്ചിട്ട് അണിയറയിൽ അണുവായുധത്തിന് ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉലകത്തിൽ കാലുറപ്പിച്ചെടുത്ത് ഉന്നതൻ വിളിച്ചു പറഞ്ഞ വാക്യമുണ്ട്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലെ വെറും വാഗ്ദാനമല്ല. രാത്രി സമാധാനം അനുഭവിക്കുന്ന എത്ര പേർ വന്നിട്ടുണ്ട്? ആ കൈയെല്ലാം ഒന്ന് ഉയർന്നിരുന്നേ, ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിക്കിട്ട് പറ, യേശുവിന്റെ സമാധാനം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ പറഞ്ഞത് എല്ലാവർക്കും സമാധാനം എന്നല്ല, വരി ശ്രദ്ധിച്ചു നോക്കിക്കേ, ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ലളിതം മലയാള പദത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവകൃപയുള്ളവർക്ക് സമാധാനം, ദൈവകൃപയുള്ളവർക്ക് സമാധാനം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം ദൈവകൃപ കാണുന്നിടത്ത് ഇങ്ങനെ വാക്യം, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പെട്ടകം പണിതിട്ടുണ്ട്, പെട്ടകത്തിൽ ഒത്തിരി സൗകര്യമുണ്ട്. നീതിപ്രസംഗി എന്ന് പുതിയ നിയമം വിളിച്ച നോഹ പ്രളയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗം നടത്തുന്നുണ്ട്. രമേശൻ ബ്രദർ തെങ്ങ് വെട്ടി മാറ്റി ഇവിടുത്തെ വൃക്ഷങ്ങൾ മാറ്റിക്കൊണ്ട് ഇന്ന് രാത്രി വേദി ഒരുക്കി വിളിച്ചു പറയുന്നു, ഒരു മഹാപ്രളയം കോപാറ്റി വരാൻ പോകുന്നു. കൃപ ലഭിച്ചവർ 8 പേർ അകത്ത് കയറിയെങ്കിൽ ഇന്ന് രാത്രി ഈ ശബ്ദസമയക്കുള്ളിൽ ഈ ശബ്ദം ശ്രമിക്കുന്നവർ പറയട്ടെ, അവൻ വാദിക്കൽ നിന്ന് വിട്ടുന്നു. ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. കരമുയർച്ച ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം ഒരുക്കിയ സഭയ്ക്കും ഈ കുടുംബത്തിനും ഇവിടെ ശുശ്രൂഷിക്കുന്ന എൻ്റെ ആത്മസ്നേഹിതനായ കർത്താവിന്റെ ദാസനും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ.